ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിടുക്കാച്ചി വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഒരു രാവിലെയൊക്കെ ആയപ്പം തന്നെ ഗൈസ് ഞാൻ നേരെ നമ്മുടെ വീട്ടിലോട്ട് വന്നു. ഞാൻ ഹോസ്റ്റലിലായിരുന്നു, ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. പിന്നെ ഞാനൊരു വൈകുന്നേരമൊക്കെ ആയിട്ട് വരണമെന്നും വെച്ചാണ് ഇരുന്നത്. പക്ഷേ ഒരു അടിപൊളി ഒരു പരിപാടി വന്നതുകൊണ്ട് ഞാൻ നേരത്തെ ഗൈസ് രാവിലെ 6 മണിക്ക് അവിടെ നിന്ന് ഞാൻ ബസ് കയറി. അങ്ങനെയാണ് ഞാൻ വന്നത്. അങ്ങനെ നേരത്തെ വന്നതിൻ്റെ കാരണമെന്ന് പറയുകയാണെങ്കിൽ ഗൈസ് എൻ്റെ വീടിൻ്റെ അടുത്ത് മീൻസ് ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞ ഒരു അടിപൊളി ഒരു ഓട്ടോ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇത്ര നേരത്തെ വന്നത്. ഞാൻ ആ തലേദിവസം ഒരു രാത്രി ആയപ്പോഴാണ് അറിഞ്ഞു ഇതുപോലൊരു പരിപാടി ഉണ്ടെന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഗൈസ്, എല്ലാം പാക്ക് ചെയ്ത് ഒറ്റ വരവായിരുന്നു ഇങ്ങോട്ട്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടുത്തെ വ്ളോഗും ഇതും എല്ലാം എടുക്കണമെന്ന്. ബട്ട് ഗൈസ് എൻ്റെ ഫോണ് എന്നെ ചതിച്ച് ഗൈസ്. എനിക്ക് ചില ഇത് കാരണം എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്ന് ഞാൻ കുറച്ച് ഷോർട്സിന് പറ്റിയ വീഡിയോസൊക്കെ ഗൈസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോഴല്ല, ഞാനൊരു ഷോർട്സായിട്ട് അങ്ങ് ഇട്ടേക്കാവേ. പിന്നെ അത് ഇന്നലത്തെ പരിപാടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായി ഇവിടെ വന്ന്. ഭയങ്കര വെയിലെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു. ആ ഒരു ചുട്ട വെയിലത്ത് നിന്നാണ് ഗൈസ് ഈ ഒരു പരിപാടി എല്ലാം കണ്ടത്. പരിപാടി ഗൈസ് വിഷയമായിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് വിഷുവിൻ്റെ തലേദിവസമാണ്. അതുകൊണ്ട് അമ്പലത്തിൽ വരെ ഗൈസ് ഒന്ന് പോകാൻ പോവാണ്. ഇവിടുന്ന് ഇച്ചിരി ദൂരെയുള്ള ഒരു അമ്പലത്തിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ പോകാനായിട്ട് ഞാൻ എല്ലാം ഒരുങ്ങി സെറ്റായിട്ട് ഇത് നിൽക്കുകയാണ്. കണ്ട, ഞാനൊരു പാൻറ്റും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പടക്കുതിരയിലാണ് ഗൈസ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പം പെട്രോളൊക്കെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം കൂടെ ഉണ്ട്. കുറച്ച് ദൂരമുണ്ട് നമ്മുടെ അമ്പലത്തിലോട്ട്. അപ്പം അങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ മലയാലപ്പുഴ അമ്പലത്തിലോട്ടാണ് ഗൈസ് നമ്മളിന്ന് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മലയാലപ്പുഴ രാജൻ കാണുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ആനയാണ്, അറിയാത്തവർക്ക് ആനയാണ്. ഓക്കെ, അപ്പം നമുക്ക് പോവാം ഗൈസ്. ഇത് നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നല്ല അടിപൊളി റോഡെന്ന് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഇതിങ്ങനെ മേളിലോട്ട് ഇങ്ങനെ കയറ്റം, അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റം കയറി പോകണം നമ്മുടെ ഈ ഒരു അമ്പലത്തിലോട്ട് ചെല്ലണമെങ്കിൽ. ഒരു പകുതിയൊക്കെ ആകുമ്പം തന്നെ നമ്മുടെ ചെവി അടയുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ നമുക്കങ്ങനെ വലിയ ചൂടൊന്നും അനുഭവപ്പെടത്തില്ല, നല്ല തണുപ്പായിരിക്കും, അത്രയ്ക്കില്ല. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അകത്തോട്ട് കയറാം. ഇതാണ് മലയാലപ്പുഴ അമ്പലം. ഇവിടെ എന്താണ് പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം വിളക്കൊക്കെ നിരത്തി വെച്ചേക്കുന്നു. എന്താണ്ട് പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. നല്ല രസമാണ് ഗൈസ്. ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ചുറ്റി വെക്കാനൊക്കെ അടിപൊളിയാണ്. ഉണ്ടാ ഇവിടെ ഇങ്ങനെ ഇന്ന് നല്ല രീതിയിൽ ആൾക്കാർ കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ മൊത്തം ചുറ്റിനും ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ ആൾക്കാർ ഒരു 3-4 ക്യൂ ഇതിലിങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റുണ്ട് കേട്ടോ. ഇത് ഗൈസ് മഞ്ചാടിക്കുരുവാണ്. അത്യാവശ്യം നല്ല ഒരു ചെമ്പിനകത്ത് നിറച്ച് ഗൈസ് ഇതിങ്ങനെ ഇരിപ്പുണ്ട്. ഇതെന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു വഴിപാടാണ്. അപ്പോൾ അമ്പല ദർശനം എല്ലാം കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പം ഗൈസ് 2 പുലിക്കുട്ടികൾ ഗൈസ് അവിടെ കിടക്കുന്നത്. നമ്മുടെ സിംഗത്തിൻ്റെ 2 പുതിയ വണ്ടിയാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇത് ടൂറിനൊന്നും വന്നതല്ല. ഇത് ഗൈസ് അമ്പലത്തിൽ പൂജിക്കാൻ കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ. നല്ല ലുക്കെന്ന് പറയണമെങ്കിൽ അടിപൊളി ലുക്കാണ്. നേരിട്ട് കാണുമ്പം ഗൈസ് വിഷയമാണ് വണ്ടി. ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഗൈസ് വേറെ ലെവലാണ്. എന്തായാലും ഇതിനെ അങ്ങോട്ട് പൂജിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. ആ സ്ഥലം ഇല്ലാത്തടത്ത് എങ്ങനെ ഇത് പാർക്ക് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകും. ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഒരു 4 മണി പലഹാരം കിട്ടുന്ന ഒരു കട കണ്ടു. അപ്പം ഞാൻ നേരെ വണ്ടി അങ്ങ് സൈഡ് ഒതുക്കി. ഇനി ഞാൻ ചെന്ന് കുറച്ച് സാധനങ്ങൾ പാഴ്സൽ വാങ്ങിച്ചിട്ട് വരാവേ. ഇത് കണ്ടോ, വണ്ടി ഇട്ടേക്കുന്നതിൻ്റെ സൈഡിൽ ഇതുപോലെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ ഈ 4 മണി പലഹാരം കഴിക്കുന്ന വിഷയമാണ്. അടിപൊളി സാധനം, ഒന്നും പറയാം.
അതിനുശേഷം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇതേ സൂപ്പർ മാർക്കറ്റ് വരെ വന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. എനിക്കൊരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.